നമസ്കാരം. ഇന്ന് നമ്മൾ എം ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പൊളിറ്റി എന്ന പുസ്തകത്തിലേക്കൊന്ന് ആഴ്ന്നിറങ്ങുകയാണ്. സിവിൽ സർവീസ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഇത് എന്തായാലും പരിചയമുണ്ടാകും. ഒരു ബൈബിൾ പോലെയാണല്ലോ അത്. അപ്പോൾ ഇന്ത്യയുടെ ഭരണ സംവിധാനം എന്ന കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ വിഷയത്തെ ലളിതമായിട്ട് ഈ പുസ്തകം എങ്ങനെയാണ് പറഞ്ഞു തരുന്നത് നോക്കാം. തുടക്കത്തിൽ തന്നെ ഇതിന്റെ ഒരു ഘടനയെപ്പറ്റി ഒന്ന് പറയാമോ? എങ്ങനെയാണിത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്? തീർച്ചയായും. ശരിക്കും പറഞ്ഞാൽ വളരെ ചിട്ടയായിട്ടാണ് ഈ പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് പ്രധാനമായിട്ടും ഏതാണ്ടൊരു 8 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. അതില് ഭരണഘടനാപരമായ ചട്ടക്കൂട്, പിന്നെ സർക്കാരിന്റെ വിവിധ സംവിധാനങ്ങൾ, കേന്ദ്രം, സംസ്ഥാനം, തദ്ദേശം, അതുപോലെ ഭരണഘടനാ സ്ഥാപനങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അടിസ്ഥാന കാര്യങ്ങളിൽ നിന്ന് തുടങ്ങി കുറച്ചുകൂടി ഡീപ്പായ വിഷയങ്ങളിലേക്ക് പോകുന്നൊരു രീതിയാണ്. ശരിക്കും ഇന്ത്യൻ രാഷ്ട്രീയ വ്യവസ്ഥയെക്കുറിച്ച് നല്ല ഒരു ചിത്രം കിട്ടാൻ ഇത് ധാരാളം മതി. കൊള്ളാം. അപ്പോൾ നമുക്ക് ആ അടിസ്ഥാനത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഭരണഘടനയുടെ ആമുഖം, പ്രിയാമ്പിൾ. ഇന്ത്യ ഒരു പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക്കാണെന്ന് പറയുന്നു, അല്ലേ? അതോടൊപ്പം പൗരന്മാർക്ക് നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഇതൊക്കെ ഉറപ്പാക്കുമെന്നും. ഈ വാക്കുകൾ, ഇതിന്റെയൊക്കെ ആഴം. അതെ. ഈ ഓരോ വാക്കും ശരിക്കും ഇന്ത്യൻ ഭരണഘടനയുടെ ആ ഒരു തത്വശാസ്ത്രം മുഴുവൻ അതിലുണ്ട്. ഇപ്പോ ഉദാഹരണത്തിന് സമത്വം എന്നു പറഞ്ഞാൽ അതൊരു വെറും വാക്കല്ല. അത് പിന്നീട് നമ്മുടെ മൗലികാവകാശങ്ങളിൽ, ഫണ്ടമെന്റൽ റൈറ്റ്സിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 14 അനുസരിച്ച് നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണ്. പിന്നെ ആർട്ടിക്കിൾ 15 പറയുന്നു ജാതി, മതം, വർഗം, ലിംഗം ഇതിന്റെയൊന്നും പേരിൽ ഒരു വിവേചനവും പാടില്ലെന്ന്. അപ്പോ ഈ മൗലികാവകാശങ്ങള് ശരിക്കും കോടതി വഴി നമുക്ക് നടപ്പാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. പൗരന്റെ ഒരു ഷീൽഡാണത്. അപ്പോൾ ഈ മൗലികാവകാശങ്ങൾ പോലെ തന്നെ പ്രാധാന്യമുണ്ടോ ഈ നിർദ്ദേശക തത്വങ്ങൾക്ക്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്? പുസ്തകത്തിൽ അതും പറയുന്നുണ്ടല്ലോ. എന്താണ് അത് തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം? അത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ മൗലികാവകാശങ്ങൾ കോടതി വഴി സ്ഥാപിച്ചെടുക്കാം. പക്ഷെ നിർദ്ദേശക തത്വങ്ങൾ അങ്ങനെയല്ല. അവ ശരിക്കും സർക്കാരുകൾക്ക് നിയമമുണ്ടാക്കുമ്പോഴും നയങ്ങൾ രൂപീകരിക്കുമ്പോഴും ഒരു ഗൈഡ് ലൈൻ പോലെയാണ്. അതായത് ഒരു ക്ഷേമരാഷ്ട്രം, അതാണ് ലക്ഷ്യം. നിയമപരമായിട്ട് നമുക്കത് കോടതിയിൽ പോയി ചോദിക്കാൻ പറ്റില്ലെങ്കിലും രാജ്യഭരണത്തിന്റെ ഒരു അടിസ്ഥാനമായിട്ടാണ് അതിനെ കാണുന്നത്. പലപ്പോഴും ഈ മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലൊരു ബാലൻസ് കൊണ്ടുവരാനാണ് ശ്രമിക്കാറ്. അതോടൊപ്പം തന്നെ പൗരന്മാർക്ക് രാജ്യത്തോട് ചില കടമകളുണ്ട് എന്ന് പറയുന്ന മൗലിക കടമകളും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ഭരണഘടനയിൽ പിന്നീട് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ശരിയാണ്. അപ്പോൾ ഈ അടിസ്ഥാന തത്വങ്ങളൊക്കെ കാലത്തിനനുസരിച്ച് ചിലപ്പോൾ മാറ്റേണ്ടി വരുമല്ലോ. അവിടെയാണല്ലോ ഈ ഭരണഘടനാ ഭേദഗതിയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റിന്റെ ഒരു പ്രാധാന്യം വരുന്നത്, അല്ലേ? ആർട്ടിക്കിൾ 368. ഈ ഭേദഗതി ചെയ്യുന്ന പ്രോസസ്, അതിന്റെ പ്രത്യേകത എന്താണ്? അതെ, ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു വലിയ പ്രത്യേകതയാണ് അതിന്റെ ഈ ഫ്ലെക്സിബിലിറ്റി ആൻഡ് റിജിഡിറ്റിയുടെ ഒരു മിശ്രണം. അതായത് വഴക്കവും കാഠിന്യവും ഒരുമിച്ചുള്ള ഒരു സ്വഭാവം. ചില കാര്യങ്ങൾ പാർലമെന്റില് സാധാരണ ഭൂരിപക്ഷത്തോടെ, സിമ്പിൾ മെജോറിറ്റിയോടെ മാറ്റാൻ പറ്റും. അതായത് ഹാജരുള്ളവരിൽ പകുതിയിൽ കൂടുതൽ പേര് വോട്ട് ചെയ്താൽ മതി. എന്നാൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇപ്പോൾ മൗലികാവകാശങ്ങളെയോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഫെഡറൽ ഘടനയെയൊക്കെ ബാധിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അതിന് പ്രത്യേക ഭൂരിപക്ഷം വേണം, സ്പെഷ്യൽ മജോറിറ്റി. അതായത് സഭയിലെ ആകെ അംഗങ്ങളുടെ പകുതിയിൽ കൂടുതലും വോട്ട് ചെയ്യുന്നവരുടെ 2/3 പിന്തുണയ്ക്കണം. ചില വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് സംസ്ഥാനങ്ങളുടെ അംഗീകാരം കൂടി വേണം. പകുതി സംസ്ഥാന നിയമസഭകളെങ്കിലും അത് പാസാക്കണം. അപ്പോൾ ഈ ഒരു ബാലൻസ്, അതാണ് ഭരണഘടനയുടെ ആ ഒരു അടിസ്ഥാന സ്വഭാവം നിലനിർത്തിക്കൊണ്ട് തന്നെ മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കുന്നത്. 42, 44 ഭേദഗതികൾ, പിന്നെ 73, 74 പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമങ്ങൾ, 101-ാം ഭേദഗതി GST, ഇതൊക്കെ വലിയ ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഈ അടിസ്ഥാന കാര്യങ്ങളും മാറ്റങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഈ ഭരണത്തിന്റെ വിവിധ തലങ്ങൾ, കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ, പിന്നെ തദ്ദേശ സ്വയംഭരണം, ഈ ഒരു ഘടനയെപ്പറ്റി പുസ്തകത്തിൽ എന്താണ് പറയുന്നത്? ഇന്ത്യ ഒരു ഫെഡറൽ സംവിധാനമാണല്ലോ നമ്മൾ പൊതുവെ പറയാറ്. അതായത് കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും അധികാരം പങ്കുവച്ചിരിക്കുന്നു. കേന്ദ്രത്തിൽ
രാഷ്ട്രപതി, പ്രധാനമന്ത്രി, പാർലമെന്റ്, ലോക്സഭ, രാജ്യസഭ, പിന്നെ സുപ്രീം കോടതി. സംസ്ഥാന തലത്തിൽ അതുപോലെ ഗവർണർ, മുഖ്യമന്ത്രി, നിയമസഭ, ഹൈക്കോടതി ഇതൊക്കെ വരും. പക്ഷേ പുസ്തകം പറയുന്നൊരു പ്രധാന കാര്യം, ഇന്ത്യയുടേത് ഒരു തനി ഫെഡറൽ അല്ല, മറിച്ച് ഒരു യൂണിറ്ററി ബയസ് ഉള്ള ഫെഡറൽ സിസ്റ്റമാണ്. യൂണിറ്ററി ബയാസ്. അതെ. അതായത് ചില പ്രധാനപ്പെട്ട അധികാരങ്ങൾ കേന്ദ്ര സർക്കാരിന് കൂടുതലായിട്ടുണ്ട്. ഇപ്പം അടിയന്തരാവസ്ഥ സമയത്തൊക്കെ അധികാരം മുഴുവൻ കേന്ദ്രത്തിലേക്ക് വരും. ഒറ്റ പൗരത്വം, ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. പിന്നെ ഈ 73-74 ഭേദഗതികൾ വഴി പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും ഭരണഘടനാ സാധുത കൊടുത്തത് അത് അധികാര വികേന്ദ്രീകരണത്തിൽ വലിയൊരു കാര്യമാണ്. ശരി ശരി. അപ്പോ ഈ സർക്കാരുകൾക്ക് പുറമെ രാജ്യത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ വേറെയും സ്ഥാപനങ്ങളുണ്ടല്ലോ. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, UPSC, CAG ഇങ്ങനെയുള്ളവ. ഇവയുടെയൊക്കെ പ്രാധാന്യം. തീർച്ചയായും. അവയെയാണ് നമ്മൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറയുന്നത്. ഇലക്ഷൻ കമ്മീഷൻ സ്വതന്ത്രമായി തെരഞ്ഞെടുപ്പ് നടത്താൻ, UPSC ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കാൻ, CAG സർക്കാരിന്റെ കണക്കുകൾ പരിശോധിക്കാൻ. ഇതൊക്കെ ശരിക്കും ജനാധിപത്യം ടീക്ടാക്കായിട്ട് നടന്നുപോകാൻ വളരെ അത്യാവശ്യമാണ്. ഗവൺമെന്റിന്റെ ദൈനംദിന രാഷ്ട്രീയ ഇടപെടലുകളിൽ നിന്നൊക്കെ മാറി ഒരു ഓട്ടോണമി, ഒരു സ്വയംഭരണാധികാരം ഇവർക്കുണ്ട്. ഇത് കൂടാതെ നീതി ആയോഗ് പോലെ പോളിസി ഉണ്ടാക്കാൻ സഹായിക്കുന്നവ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പോലുള്ള നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോ ഇത്രയും ഈ സങ്കീർണമായ ഘടനകൾ, സ്ഥാപനങ്ങൾ, ഇതൊക്കെ ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ നിങ്ങൾ എന്തിനാണ് മനസ്സിലാക്കുന്നത്? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതിനെക്കൊണ്ട് എന്ത് കാര്യമാണുള്ളത്? അതെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം ഈ ഘടന എന്ന് പറയുന്നത് വെറുതെ പുസ്തകത്തിൽ വായിക്കാനുള്ള ഒന്നല്ല. ഇത് നമ്മുടെയെല്ലാം ദൈനംദിന ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. നിങ്ങൾ ചെയ്യുന്ന ഒരു വോട്ട് മുതൽ നിങ്ങൾക്ക് കിട്ടുന്ന റോഡ്, വെള്ളം, വെളിച്ചം, സർക്കാർ സേവനങ്ങൾ, നിങ്ങളെ അവകാശങ്ങൾ, രാജ്യത്തിന്റെ നയങ്ങൾ എല്ലാം, ഇതെല്ലാം ഈ ഒരു ഭരണ സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. നിങ്ങളുടെ നാട്ടിലെ പഞ്ചായത്ത് റോഡ് നന്നാക്കുന്നത് തൊട്ട് രാജ്യത്തൊരു നിയമം വരുന്നത് വരെ ഇതിന്റെ ഭാഗമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുന്നത് ഒരു പൗരൻ എന്ന നിലയിൽ നമ്മുടെ അവകാശങ്ങളെപ്പറ്റി അറിയാനും ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങളിൽ ഇടപെടാനും സർക്കാരിനെ ചോദ്യം ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കും. പരീക്ഷ എഴുതുന്നവരെ സംബന്ധിച്ചാണെങ്കിൽ ഇത് ബേസിക്കാണ്, ഇന്ത്യൻ ഭരണത്തിന്റെ ആണിക്കല്ല്. ശരിയാണ്. അപ്പോൾ ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പൊളിറ്റി എന്ന ഈ പുസ്തകത്തിലൂടെ നമ്മളിന്ന് ഇന്ത്യൻ ഭരണ സംവിധാനത്തിന്റെ ഒരു ഏകദേശ രൂപരേഖ കിട്ടാൻ ശ്രമിച്ചു. ഭരണഘടനയുടെ ആമുഖത്തിൽ തുടങ്ങി മൗലികാവകാശങ്ങൾ, കടമകൾ, ഭേദഗതികൾ, സർക്കാരിന്റെ വിവിധ തലങ്ങൾ, പ്രധാന സ്ഥാപനങ്ങൾ, ഇതിലൂടെയൊക്കെ നമ്മളൊന്ന് കടന്നുപോയി. അതെ. ഈ ചർച്ച ഇവിടെ നിർത്തുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കാൻ വേണ്ടി പങ്കുവയ്ക്കാം. നമ്മൾ നേരത്തെ സംസാരിച്ചല്ലോ, ഭരണഘടനയുടെ ആ വഴക്കവും കാഠിന്യവും ചേർന്ന സ്വഭാവം. ഇന്നത്തെ ഈ അതിവേഗം മാറുന്ന, ചിലപ്പോഴൊക്കെ ഭിന്നിച്ചു നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ പുതിയ പുതിയ സാമൂഹിക ആവശ്യങ്ങൾ വരുമ്പോൾ ഈയൊരു സ്വഭാവം ഇന്ത്യൻ ഭരണത്തിന് ഒരു മുതൽക്കൂട്ടാണോ, അതോ അതൊരു തടസ്സമായി മാറുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ആഴത്തിലുള്ള ഈ വിശകലനത്തിന് വളരെ നന്ദി.